നിങ്ങൾ ചിലപ്പോ സോഷ്യൽ മീഡിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ഉസ്താദന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഈ ഹാനത്ത്? എവിടെയെങ്കിലും ഒരു കുട്ടികൾ ഓന്റെ ഉസ്താദിന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയമാക്കണം. അതിനോട് അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ പ്രതികരിക്കണം. ഓന്റെ ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ നേരെ ഇതൊക്കെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി നടന്ന മാതിരി അത് അറിഞ്ഞതിൽ മുഴുവൻ പ്രതികരിക്കണം. എങ്കിലേ ശൂന്യാവുള്ളൂ. അല്ലാത്തവരൊന്നും ശൂന്യകളല്ല. എന്താ ഉണ്ടാത്തതെന്ന എവിടുത്താണ് ഈ ശൂന്യ പഠിച്ചത് പോലെ? ആരാത് പറയണത്? എന്റെ ജീവിത ദൗത്യം തന്നെ MT ഉസ്താദിനെ, ആ MTനെ വെടിവെച്ചു കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം. വെടിവെച്ചു കൊന്നിട്ട് ജയിലിലാണ് പോകലാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു നമുക്ക് ഓനാണ് പല നേതാവ്. ആരാണ് MT ഉസ്താദ്? നിങ്ങൾക്കാർക്കും MT ഉസ്താദിന്റെ വലുപ്പം? ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. എന്റെ 8 കൊല്ലത്തെ ഉസ്താദാണ് MT ഉസ്താദ്. എനിക്ക് ഒരു ഉസ്താദ് മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാതില്ല. അരിപ്പന്റെ അനുയായികള് പിടിയച്ചു എല്ലാം ചാൻസ് കിട്ടാത്തതിൽ ദുഃഖിച്ച് നടക്കണ പഹയന്റെ കള്ളച്ചറ്റകള്. വേറൊരു നേതാവ് നമ്മളാലിക്കുട്ടി ഉസ്താദിന്റെ ഷെയ്ഖുൽ ജാമിയന്റെ. ആരാ ഷെയ്ഖുൽ ജാമിയ? ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ വലിപ്പം അങ്ങനെ പറയുമല്ലേ? സ്വന്തം ലാൻഡ് ഫോണെന്ന് ചെറിയ പല്ലടിച്ചു വയ്ക്കും പറഞ്ഞ ആളാണ് വേറെ നേതാവ്. ഓനല്ല പറഞ്ഞത് ഞാൻ ബാത്റൂമിക്ക് വയ്ക്കുന്നു എന്നാണ്. പിന്നെ പിടിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി നമ്പർ മനസ്സിലായപ്പോ ഓൻ പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ബാത്റൂമിൽ വയ്ക്കുന്നു എന്നാണ്. എന്നാലും ഓന്റെ ലാൻഡ് ഫോണെന്ന് ഓന്റെ ആൾക്കാരല്ലാതെ ആരാ പറയാം? ലാൻഡ് ഫോൺ എന്നാണ്. മൊബൈൽ ഫോൺ എന്നാണെങ്കിൽ പിന്നെ എവിടെയും മേശപ്പുറത്ത് വെച്ചെടുത്തെന്നാണെന്ന് എഴുതാം, ലോക്കാക്കാതെ വെച്ചതുകൊണ്ട്. നമുക്കിതൊന്നും മറക്കാൻ കഴിയില്ല. നമ്മളെ ഉസ്താദന്മാരോട് നമുക്കുള്ള ബഹുമാനം അങ്ങനെയാണ്. നമുക്കിങ്ങനെ തോന്നിപ്പോവുകയാണ് ഈ അച്ചടക്കരാഹിത്യങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ആണുള്ളപ്പോൾ എല്ലാവർക്കും പഠിപ്പിക്കണം. വയലന്മാരും ഉപദേശികളും സുന്നി ഉണ്ടാക്കണം, സമസ്ത ഉണ്ടാക്കണം ഒക്കെ ഇപ്പൊ ബല സോഷ്യൽ മീഡിയ വഴി. ഒരു പറഞ്ഞതിനനുസരിച്ച് നിന്നെടുത്തിട്ടില്ലെങ്കിൽ ഓരോ സുന്നികളാണ്. ഓരോ സർട്ടിഫിക്കറ്റ് വേണം ഇപ്പൊ സുന്നിയാകണം, സമസ്തക്കാരനാകണം. നമുക്ക് ഇവരോടൊന്നൊരു താല്പര്യമല്ല. ഇതൊക്കെ ഉള്ളിലുണ്ടായതുകൊണ്ട് താല്പര്യമല്ലാത്തത്. നാവ് ഉണ്ടായതിനെ കൊണ്ട് ഉള്ളിലേക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാ സുജാവിദ് ഹനാജിറഹം എന്നല്ലേ ഇവിടെ ചില ഉസ്താദന്മാർ എതിരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. നിങ്ങൾ അറിഞ്ഞത് കേട്ടീന്നോ? സാമയിലെ ചില ഉസ്താദന്മാര് കൊണ്ടുപോല ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ട്? സമസ്തനെ കുറിച്ച് എന്താ ഞങ്ങളോട് പറയാല്? ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തത് സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കണം. അത് ഇയാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ.
ഉസ്താദ്മാരെ വെടിവെക്കാനും ചെറിയ പല്ലടിച്ചു വയ്ക്കാനും കണക്കണ അതുപേരുണ്ടല്ലോ, വലിയ അതപ്പ് പിടിപ്പിക്കണ കള്ളന്മാര്. ഒരു സംഘം പിന്നെ എന്താണ് ലക്ഷദ്വീപ് അല്ല, അന്തമാൻ ദ്വീപിക്ക് MT ഉസ്താദ് അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപിക്ക് പോകേണ്ട ഒരു പരിപാടിക്ക്. ആ പോകുമ്പോ ഈ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ അതേ ഭയം തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പറയാണ്, ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ MT ആ നടുക്കടലിൽ എത്തിയാൽ എങ്ങനെയും പോയിക്കാൻ ഉന്തിടാൻ പറ്റുമെങ്കിൽ ഉന്തിയിട്ടുണ്ടോ. അതാണ് നമുക്ക് MT ഉസ്താദിനോടുള്ള ബന്ധം. ഇത് ഒൽക്കുമ്പോ MT ഉസ്താദിന്റെ നേരെ വളാഞ്ചേരിയിൽ നിന്ന് ആ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടിയിലുള്ള ഒരു വേദന എത്രയറിയോ? അവർക്ക് തോക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വേദനയാണ്, അല്ലാതെ മൂപ്പരോടുള്ള ബഹുമാനമൊന്നല്ല. ജാമ്യ ശുദ്ധീകരിക്കണത്തല്ല, ശുദ്ധീകരണം നമുക്ക് മത്തായി പറഞ്ഞ മാതിരിയാണ് നമുക്ക്.